ഉരുളക്കിഴങ്ങിന് പേരുകേട്ട നാടാണ് കനൗജ്. സുഗന്ധലേപനങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന പഴയ കന്യാകുബ്ജം ഭരിച്ച മിഹിർഭോജ് എന്ന രാജാവിനെ ചൊല്ലിയാണ് പടിഞ്ഞാറൻ യുപിയിൽ ഇപ്പോൾ ജാതി തർക്കം. പ്രതിഹാര രാജവംശത്തിലെ ഈ രാജാവിനെ ഗുർജാർമാർ സ്വന്തമാക്കുന്നു എന്നാണ് രജ്പുത്തുകളുടെയും ഠാക്കൂർമാരുടെയും പരാതി. യോഗി ആദിത്യനാഥ് തന്നെ ഗുർജാർ മിഹിർഭോജ് എന്ന പേരുകുത്തിയ പ്രതിമ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നത് രജ്പുത്തുമാരെ പ്രകോപിപ്പിച്ചു. ഭോജ് രാജാവ് ഗുർജാറുകളുടെ അല്ലെന്നും രജ്പുത്ത് ക്ഷത്രിയനാണെന്നുമാണ് വാദം. ജനസംഖ്യയിൽ 13% വരുന്ന രജ്പുത്തുകളുടെ സാന്നിധ്യം ഘാസിയാബാദ്, ഗൗതം ബുദ്ധ് നഗർ, മീററ്റ്, മുസാഫർ നഗർ, സഹാരൻപൂർ, കൈറാന തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിർണായകമാണ്. മിഹിർഭോജിനെ രജ്പുത്തുകളിൽ നിന്നും തട്ടിയെടുത്ത് സമുദായത്തെ അപമാനിക്കുന്നു എന്നാണ് പരാതി. മുസഫർ നഗറിൽ നിന്നുള്ള BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സഞ്ജീവ് ബല്യാനെ ഠാക്കൂർ ഗ്രാമത്തിൽ തടഞ്ഞതും ഇതിന്റെ വിവാദമായി. മറ്റൊരു BJP നേതാവായ സംഗീത് സോമിന്റെ അനുയായികളാണ് ബല്യാനെ തടഞ്ഞത്. മീററ്റിൽ സീറ്റ് കിട്ടുമെന്ന സോമിന്റെ പ്രതീക്ഷകൾ രാമായണം സീരിയലിലെ ശ്രീരാമൻ അരുൺ ഗോവിലിനെ കളത്തിലിറക്കാൻ BJP തീരുമാനിച്ചതോടെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അയോധ്യയിലെ രാമൻ ഹൃദയത്തിലുണ്ടെന്നും മിഹിർഭോജ് രാജാവിനെ അപഹരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ക്ഷത്രിയ കർഷക നേതാവായ താക്കൂർ പൂരൻ സിംഗ് പറഞ്ഞു. VK സിംഗിന് സീറ്റ് നൽകാത്തതും സമുദായത്തെ അപമാനിക്കലായാണ് രജ്പുത്തുകളുടെ വിലയിരുത്തൽ. മുസഫർ നഗറിൽ കലാപമുണ്ടായപ്പോൾ പുറത്തിറങ്ങാത്തവർ ഇപ്പോൾ ജാതി പറഞ്ഞു വരുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. പഴയ 2 വോട്ട് ബാങ്കുകൾ പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ ആഞ്ഞു വീശുന്ന അയോധ്യ തരംഗത്തിനിടെ അപ്രതീക്ഷിത അപകടം മണക്കുകയാണ് കരിമ്പിൻ പാടങ്ങളിൽ BJP. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.